പല രാജ്യങ്ങളെക്കുറിച്ചും നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് കടലിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന സീലാൻഡ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് 2 തൂണുകളിലാണ് എന്നത് ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഇതൊരു രാജ്യമാണോ എന്ന് ചോദിച്ചാൽ രാജ്യമാണ് എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ ഒരു ഔദ്യോഗിക രാജ്യമായി അംഗീകരിക്കാനുമാവില്ല. എന്നാൽ ഒരു രാജ്യത്തിലുള്ള ഏതാണ്ട് എല്ലാ നിയമങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ജനസംഖ്യ 27 പേർ മാത്രമാണ്. ബ്രിട്ടനിലെ സഫോക്കിൽ നിന്ന് 10 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന ഒരു ചെറിയ മൈക്രോനേഷനാണ്. ചുറ്റും വെള്ളം മാത്രമുള്ള 2 തൂണുകളിലായി മാത്രം സ്ഥിതി ചെയ്യുന്ന സീലാൻഡ് എങ്ങനെ ഒരു രാജ്യമായി മാറി എന്നത് രസകരമായ ഒരു കഥയാണ്. ബ്രിട്ടന്റെ സമുദ്രാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം 2ാം ലോക മഹായുദ്ധകാലത്ത് മിലിറ്ററി ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനായി കടലിന്റെ നടുവിൽ ബ്രിട്ടൻ നിർമ്മിച്ച ഒരു കോട്ടയാണ്. റഫ്സ് ടവർ എന്നായിരുന്നു ഇതിന്റെ പേര്. യുദ്ധസമയത്ത് 300ഓളം പട്ടാളക്കാർ റഫ്സ് ടവറിന്റെ മുകളിൽ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. 1950കളോടെ കടലിൽ അങ്ങിങ്ങായി നിർമ്മിച്ച ടവറുകളൊക്കെ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവ് വന്നു. പക്ഷേ എല്ലാ ടവറുകളും നശിപ്പിച്ചതിന് ശേഷവും ബ്രിട്ടനിലെ സഫോക്കിന്റെ തീരത്തുള്ള ഈ റഫ്സ് ടവർ മാത്രം അതേപോലെ നിലനിന്നു. 1966 ബ്രിട്ടീഷ് ആർമിയിൽ മേജറായിരുന്ന റോയ് ബേറ്റ്സ് എന്നയാൾ ഈ ടവർ കൈയടക്കി. ബ്രിട്ടീഷ് കമ്മ്യൂണിക്കേഷൻ അതോറിറ്റികളുടെ കണ്ണുവെട്ടിച്ച് ലണ്ടനിൽ ബേൺ ചെയ്തിട്ടുള്ള അമേരിക്കൻ റോക്ക് ആൻഡ് റോയ് മ്യൂസിക് പ്രക്ഷേപണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു പൈറേറ്റ് റേഡിയോ സ്റ്റേഷൻ എന്നതായിരുന്നു റോയ് ബേറ്റ്സിന്റെ ലക്ഷ്യം. റഫ്സ് ടവർ കീഴടക്കിയ റോയ് ബേറ്റ്സ് ബ്രിട്ടന്റെ അധികാര പരിധിയിൽപ്പെടാത്ത ആ ടവറിനെ 1967 സെപ്റ്റംബർ 2 ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി പ്രഖ്യാപിച്ചു. പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്ന തൻ്റെ സ്വന്തം രാജ്യത്തിന് നാമകരണവും ചെയ്തു. ഒരു പാരമ്പര്യ രാജവാഴ്ച സ്ഥാപിച്ചുകൊണ്ട് ഇദ്ദേഹം സ്വയം റോയ് രാജകുമാരനായും ഭാര്യ ജോവാൻ രാജകുമാരിയായും പ്രഖ്യാപനവും നടത്തി. 2 സിമന്റ് ഫില്ലറുകൾ താങ്ങി നിർത്തുന്ന 4000 സ്ക്വയർ മീറ്റർ മാത്രം വീതിയുള്ള ഒരു പ്ലാറ്റ്ഫോം, മുകളിലൊരു ലാൻഡിംഗ് പാഡ്, ഒരു ആയുധപ്പുര, ഇതെല്ലാം ഉൾപ്പെടെ 4 നിലകളിലായി പട്ടാളക്കാർക്ക് തമ്പടിക്കുന്നതിനായി ഉണ്ടാക്കിയ ഒരു ക്വാർട്ടേഴ്സ്, അതായിരുന്നു സീലാൻഡ്. ടവർ ഏറ്റെടുത്ത് സ്ഥിരതാമസമാക്കിയതോടെ ബേറ്റ്സ് രാജ്യത്തിന് സ്വന്തമായി ഭരണഘടന മുതൽ ഫുട്ബോൾ ടീം വരെയുണ്ടാക്കി. പതാക, കറൻസി, ദേശീയ ഗാനം, പാസ്പോർട്ട്, കടലിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന ദേശീയ മുദ്രാവാക്യം എന്നിവയെല്ലാം സീലാൻഡിന് സ്വന്തമായുണ്ട്. കൂടാതെ സ്വന്തമായൊരു ജയിലും സീലാൻഡിലുണ്ട്. എന്നാൽ സീലാൻഡ് പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാനോ നാണയം ഉപയോഗിച്ച് വിനിമയം നടത്താനോ സാധിക്കില്ല. അതിന് കാരണം സീലാൻഡ് ഇപ്പോഴും ഒരു അൺറിക്കഗ്നൈസ്ഡ് മൈക്രോനേഷനാണ് എന്നത് തന്നെ. മൈക്രോദേശം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാജ്യത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കാത്തതിനാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി ഔദ്യോഗികമായി ഇതിനെ കണക്കാക്കാനുമാവില്ല. സീലാൻഡ് ആദ്യത്തെ പ്രതിസന്ധി നേരിട്ടത് ബ്രിട്ടനിൽ നിന്ന് തന്നെയായിരുന്നു. ബ്രിട്ടന് സീലാൻഡിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുന്നത് സ്വീകാര്യമായിരുന്നില്ല. ബ്രിട്ടീഷ് സർക്കാർ കടൽക്കോട്ടകൾ പൊളിക്കാൻ ഉത്തരവിട്ടതിലൂടെ സീലാൻഡിനെ നശിപ്പിക്കാനും സൈന്യം ശ്രമിച്ചു. സൈന്യവുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ സീലാൻഡിലെ രാജാവായ റോയ് ബേറ്റ്സും കൗമാരപ്രായക്കാരനായ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ പ്രിൻസ് മൈക്കിളും കടലിൽ വെടിയുതിർത്തെന്ന കേസിലെ പ്രതികളാണെന്ന് തെളിഞ്ഞു. അങ്ങനെ കേസ് കോടതിയിലെത്തി. പക്ഷേ കോടതി വിധി ബേറ്റ്സിന് അനുകൂലമായിരുന്നു. റഫ്സ് ടവർ ബ്രിട്ടീഷ് കോടതിയുടെ പരിധിയിൽ പെടില്ല, അതുകൊണ്ട് തന്നെ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതി വിധിച്ചു. സീലാൻഡിന്റെ ആദ്യ ഔദ്യോഗിക അംഗീകാരമായിരുന്നു ഇത്. സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ ആയുധം ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചാണ് റോയ് ബേറ്റ്സ് തൻ്റെ മകനായ മൈക്കിളിനെ വളർത്തിയതെന്നും ഇത് വെറും വാണിംഗ് മാത്രമാണെന്നും സീലാൻഡിലെ നിയമത്തിൻ്റെ പരമാധികാരി താനാണെന്നും റോയ് ബേറ്റ്സ് അന്ന് ബ്രിട്ടീഷ് സൈന്യത്തോട് പറഞ്ഞു.
റോയ് ബേറ്റ്സിന്റെ മരണശേഷം മകനാണ് ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരി.